Hello Sapiens, welcome to our channel. അപ്പോൾ ഇന്ന് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു കാർ പ്രഷർ വാഷറാണ്. കാർ പ്രഷർ വാഷറാണെങ്കിൽ അത് നമുക്ക് നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ല ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ഒരു കമ്പനിയാണ് ResQTechൻ്റെ കാർ പ്രഷർ വാഷറാണ്. അപ്പോൾ അധികം ആരും അങ്ങനെ കേട്ടിട്ടില്ല ResQTech എന്ന് പറയുമ്പോൾ. അപ്പോൾ നമ്മൾ കേട്ടുള്ള ബോഷ് അങ്ങനെയുള്ള കമ്പനികളാണ് നോർമലി നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു ഞാനത് ഓൺലൈൻ നോക്കി വാങ്ങിച്ച ഒരു കാർ പ്രഷർ വാഷറാണ് ResQTech എന്ന് പറയുന്ന കമ്പനി. ഇത് ലോകത്തിൽ തന്നെ വലിയൊരു കമ്പനിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും പിന്നെ ഇതൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ഉള്ള പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് സർവീസും കാര്യങ്ങളും ആ ഒരു പ്രശ്നങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ മുന്നിൽ ചോദിച്ചേക്കാം. പക്ഷേ പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ ഇതിൻ്റെ കസ്റ്റമർ സർവീസ് എന്ന് പറഞ്ഞാൽ വളരെ നല്ല കസ്റ്റമർ സർവീസാണ്. പിന്നെ നമുക്ക് മോട്ടറിന് 2 വർഷം വാറണ്ടി തരുന്നുണ്ട് കമ്പനി തന്നെ. മറ്റുള്ള കമ്പനികളൊന്നും 2 വർഷം വാറണ്ടി തരുന്നില്ല. എല്ലാ കമ്പനികളും 1 വർഷത്തെ വാറണ്ടി മാത്രമേ നമുക്ക് തരുന്നുള്ളൂ. പക്ഷേ ResQTech നമ്മൾ 2 വർഷത്തെ വാറണ്ടി തരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ പ്രൈസ് റേഞ്ചിൽ വെച്ച് ഏറ്റവും നല്ല ഒരു പ്രഷർ വാഷർ തന്നെയാണ്. അപ്പം ഇതിൻ്റെ അൺബോക്സിങ് കാര്യങ്ങളാണ് നമുക്ക് നോക്കാം. ഓക്കെ, കട്ട്. ഇനി നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. നമുക്ക് വരുന്നത് ആദ്യം ഒരു മോട്ടർ ഈ ഒരു ഇതിൽ വരും. ഇതെന്ന് പറയുന്നത് നമ്മൾ പിടിപ്പിക്കുന്നതാണ്. ഇതിൻ്റെ 2 സ്ക്രൂ നമുക്ക് സിമ്പിളായിട്ട് വളരെ ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ട് സ്ക്രൂ പിടിപ്പിക്കാവുന്നതാണ്. പിന്നെ അതാണ് തന്നെ ഇതിൻ്റെ വീല് സെപ്പറേറ്റ് ആണ് വരുന്നത്. ഇത് നമുക്ക് തന്നെ ഇടാവുന്നതാണ്. എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഞാൻ മേടിച്ചപ്പോൾ ആക്ച്വലി ഇതിൻ്റെ ഒരു വീല് പൊട്ടിയിരുന്നതാണ്. പക്ഷേ ഞാൻ അന്നേരം തന്നെ അവരുടെ കസ്റ്റമർ സർവീസിൽ ഓർഡർ ചെയ്തു. വിത്തിൻ 1 വീക്കിനുള്ളിൽ എനിക്ക് പുതിയ വീല് അവർ നമ്മുടെ അഡ്രസ്സിലേക്ക് അയച്ചു തരിക ചെയ്യുന്നത്. കസ്റ്റമർ സർവീസ് സൂപ്പറാണ്. കാരണം ഞാൻ എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ അവരെ അന്നേരം വിളിക്കും. അവർ അന്നേരം എനിക്ക് സോൾവ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇതുവരെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ആപ്പാടെ വീലിന് പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ. പിന്നെ നമുക്ക് വരുന്നത് ഇതിന് ഒരു എയർ ഗണ്ണ് വരുന്നുണ്ട്, പൈപ്പ് വരുന്നുണ്ട്. ഇത് നമുക്ക് ഫിറ്റ് ചെയ്യുന്നതാണ്. ഞാൻ ഫിറ്റ് വെച്ചുകൊണ്ടാണ് കാണിക്കുന്നത്. നമുക്ക് സിമ്പിളായിട്ട് പ്രസ് ചെയ്ത് ചെയ്യാനാണ്. നമുക്ക് ഊരണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഈ ലിവർ പ്രസ് ചെയ്താൽ മതി, നമുക്കത് ഊരാൻ പറ്റുന്നതാണ്. ഇത് നമ്മളെ മോട്ടറുമായിട്ട് കണക്ട് ചെയ്യുന്ന എൻഡാണ്. ഇത് നമ്മൾ എയർ ഗണ്ണുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ഒരു പൈപ്പ് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ എയർ നോസിൽ നമ്മൾ അത് ഇതിനകത്താണ് ഫിറ്റ് ചെയ്യുന്നത്. അത് വളരെ നമുക്ക് സിമ്പിളായിട്ട് ഫിറ്റ് ചെയ്യാവുന്നതാണ്. ഒരു പ്രസ്സിങ്ങിലൂടെ ഫിറ്റ് ചെയ്യാവുന്നതാണ്. ഇതാണ് നമ്മുടെ അഡ്ജസ്റ്റബിൾ വെള്ളത്തിൻ്റെ പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യുന്ന എൻഡാണ് നമ്മുടെ ഈ എൻഡ്. പിന്നെ നമുക്ക് വരുന്നത് വെള്ളമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു എൻഡാണ് നമുക്ക് വരുന്ന ഒരു ഹോസ്. ഇത് ഒരു ഫിൽറ്ററാണ്. നമ്മളിപ്പോൾ ഒരു ബക്കറ്റിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ എൻഡ് നമ്മൾ പ്രഷർ വാഷറിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇത് നമ്മൾ ബക്കറ്റിലേക്ക് വരുന്നു. ഒരു പാർട്ടാണ് വരുന്നത്. പിന്നെ വരുന്ന 2 പാർട്ടാണ്. ഇത് ആക്ച്വലി നമുക്ക് സിമ്പിളായിട്ട് വളരെ 2 സൈഡിലും ഇത് എന്ന് വെച്ചാൽ ഈസി ആയിട്ട് ഇപ്പം നമുക്ക് ഫിക്സ് ചെയ്യാവുന്നത്. ഇതെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് തിരികെ ഓരോ പാർട്സ് വെക്കാനുള്ള ഇതാണ്. പിന്നെ നമുക്കൊരു സ്പ്രേയറും കൂടെ വരുന്നു, നമ്മുടെ ഫോം ലിക്വിഡ് സ്പ്രേ ചെയ്യാനുള്ളത്. അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് വരുന്ന പാർട്സ് എന്ന് പറയുന്നത്. ഇനി നമുക്കിതെങ്ങനെ ഫിറ്റ് ചെയ്ത് നോക്കാം. ആദ്യമേ നമ്മൾ ഇവിടെ ആക്ച്വലി നമുക്കൊരു വെള്ളം എടുക്കാനായിട്ടൊരു ഇൻടേക്ക് അവർ തരുന്നുണ്ടെങ്കിലും ഞാൻ ഇതിൻ്റെ ഒരു പാർട്ടും കൂടെ നമുക്ക് തരുന്നുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ഈ 1 ഇഞ്ച് പൈപ്പ് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് പൈപ്പിലേക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ അത് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കണക്ട് ചെയ്യാം. ഇത് ഫ്രണ്ടിൽ കണക്ട് ചെയ്യാം. ഫ്രണ്ടിൽ ഇതിൻ്റെ ഒരു നോബുണ്ട്, കേക്ക്. ഇത് ഞാൻ എക്സ്ട്രാ പറഞ്ഞതാണ്. ഇത് നമുക്ക് ഒരു സൈഡ് നമ്മുടെ പ്രഷർ വാഷറിനകത്ത് കണക്ട് ചെയ്യാം, മറ്റൊരു നമ്മൾ പൈപ്പിലിട്ട് കണക്ട് ചെയ്ത് എക്സ്ട്രാ വരുന്നതാണ്. കമ്പനി തരുന്നത് ആക്ച്വലി നമുക്കൊരു ബക്കറ്റിലിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഫയറാണ് തരുന്നത്. പറയുന്ന അത്ര വലിയ നീളമൊന്നുമില്ല. നമ്മളൊരു കണക്ടറും കൂടെ വാങ്ങിക്കേണ്ടി വരും. അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഒരു 750 റേഞ്ചായി ഞാൻ വാങ്ങിച്ച കണക്ടറിന്. 10 മീറ്റർ നീളമുള്ള കണക്ടറാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് മേടിക്കുന്നത് നല്ലതായിരിക്കും. 2 കൂടെ മേടിക്കേണ്ടി വരുന്ന ഈ പൈപ്പ് വാങ്ങിക്കേണ്ടി വരും. ഒരു കണക്ടറിന് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന നമുക്ക് ഈസി ആയിട്ട് എത്ര ദൂരം വേണമെങ്കിലും എടുത്തുകൊണ്ട് പോകാം. അല്ല നിയർ ബൈ പ്ലഗ് ഉണ്ടെങ്കിൽ നമ്മൾ കണക്ടർ മേടിക്കേണ്ട കാര്യമില്ല. ടാപ്പ് നമ്മൾ ഓണാക്കി
ഓക്കെ.